ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമില്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. നമ്മൾ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? നമുക്കെല്ലാവർക്കും ഉള്ളൊരാഗ്രഹം എന്തായിരുന്നു? നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കിയെടുക്കുക, എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. നമ്മളതിനുള്ള പരിഹാരം എന്ത് ചെയ്തു? കണ്ടു അല്ലേ? നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു? സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചിലർക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നറിയില്ല എന്ന് പറഞ്ഞു അല്ലേ? ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഷോർട്സ് വീഡിയോ എങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിയാൽ നമ്മളെ ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള ഒരു ഇതുണ്ട്. ചുമ്മാ ഷോർട്സ് വീഡിയോ ചെയ്തിട്ട് ഒരു 10-20 വ്യൂവേഴ്സിനെ ഒപ്പിച്ചിട്ടോ അല്ലെങ്കിൽ 100 വ്യൂവേഴ്സിനെ ഒപ്പിച്ചിട്ടോ കാര്യമില്ല. നമുക്കൊരു ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബേഴ്സ് കൂടണം അല്ലേ? ആഴ്ച കൂടണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിനി ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസുകളൊക്കെ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കൊരു മാർഗം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്കൂടൊരു മാർഗം എത്തിച്ചു കൊടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ഒരുപാട് പേര് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പം, ഞാൻ യൂട്യൂബ് ടിപ്സുമായിട്ട് വന്നതിൽ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ യൂട്യൂബ് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിലേക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും അതിനനുകൂലമല്ല, അങ്ങനെയൊക്കെ. ഞാൻ ചാനലൊക്കെ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് കുറേ വർഷമായി, മാസമായി, എന്നിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വാച്ച് അവർ കൂടുന്നില്ല എന്നൊക്കെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഒരുപാട് പേര് പറഞ്ഞിരുന്നു നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ, വാച്ചവറിനെ ഉണ്ടാക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കാണാത്തവരൊക്കെ ആ വീഡിയോസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അല്ലേ? ഷോർട്സ് വീഡിയോസിനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഒരു ദിവസം 3, 6, 9 ഒക്കെ ഷോർട്സ് വീഡിയോ നിങ്ങളുടെ സമയാനുസൃതം നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. എത്ര ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നോ അതിനനുസരിച്ച് യൂട്യൂബ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് വാച്ച് അവർ കിട്ടും, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. അപ്പം അത് എങ്ങനെയാണ് എന്നാണ് കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് 10 വ്യൂവേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 20 വ്യൂവേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 100 വ്യൂവേഴ്സിനകത്താണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവർ ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് നമുക്കിപ്പം എങ്ങനെയാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എൻ്റെ കൂടെ കൂടിക്കോളൂ. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം യൂസ് ദിസ് സൗണ്ട് എന്നുള്ളതിൽ കൊടുക്കുക. യൂസ് ദിസ് സൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇത് വരും. അപ്പോൾ സെൻട്രലായിട്ട് റെഡ് റൗണ്ടിൽ കാണുന്നുണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന പാടെന്ത് ചെയ്യും? ആ വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയും. അത് പഠിച്ച് നമ്മളതനുസരിച്ച് ലിപ്പ് കൊടുക്കുക. ഏത് റീൽസാണോ, പാട്ടാവട്ടെ, വോയിസ് ആവട്ടെ, ഇനി കോമഡി ആവട്ടെ, എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ലിപ്പ് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഇങ്ങനൊരു പാട്ട് വരും. അവിടെ നമ്മൾ ഇതിന് ക്യാപ്ഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കതിനൊരു ഫ്രണ്ടിലായിട്ട് കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ വീഡിയോസുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമുക്കതനുസരിച്ച് അതിന് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ വിഷയം പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് തോന്നുന്ന രീതിയിൽ നമുക്ക് ഒരു സെൻറ്റൻസ് അവിടെ കുറിച്ചിടാം.
അത് നമ്മളുടെ ചാനലിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ സ്ക്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും. അതിനുശേഷം നമ്മൾ കണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള ഓപ്പറേഷൻസ് മനസ്സിലായില്ലേ? പിന്നെ തൊട്ടടുത്ത് എന്താ, നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കവിടെ ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഓരോരുത്തർ ഇതിനനുസരിച്ച് ക്യാപ്ഷൻ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അത് 100 ഇതിലേ കൊടുക്കാൻ പറ്റും. 100 അക്ഷരങ്ങൾ മാത്രമേ വേഡ്സ് അതിൽ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താ പറയുക, 100 എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കി കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോയ്സ് മെയ്ഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓൾട്ടേഡ് കണ്ടൻറ്റ് നോ കൊടുക്കണം. റീഡയറക്റ്റഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പഴയ വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, ഓരോന്നോരോന്ന് നമുക്ക് കൊടുക്കാം. നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വീഡിയോ അവിടെ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമുക്കത് എടുത്തിട്ട് നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ആ ക്യാപ്ഷൻ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി കൊടുക്കാറാണ് പതിവ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ #ടാഗ് കൊടുത്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. #ടാഗുകൾ നമുക്ക് കൊടുക്കാം. അതൊക്കെ നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടാൻ വേണ്ടി പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് ഓരോരോ അഭിപ്രായങ്ങൾ നേരത്തെയുള്ള വീഡിയോസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വീഡിയോയ്ക്കൊക്കെ അഭിപ്രായങ്ങൾ മറുപടികൾ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടോട്ടെ. നമുക്ക് വരുമാനമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ അവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര പോകാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.